എന്തുകൊണ്ട് ഞാൻ പിന്നീട് നിശബ്ദനായി എന്നുള്ളൊരു ചോദ്യത്തിന് ഞാൻ ഉന്നയിക്കുന്ന വിഷയങ്ങളിലൂടെ എൻ്റെ ഗുണം കിട്ടുന്നത് പ്രതിപക്ഷത്തിനാണ്. അപ്പോൾ അടുത്ത തവണ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനോട് ഇപ്പം ഞാനായാലും അടുത്തിടെ PV Anwar ആയാലും മാധ്യമങ്ങളായാലും സോഷ്യൽ മീഡിയയിലെ ഓരോ റിവ്യൂ പറയുന്നവരായിക്കോട്ടെ നമ്മുടെ യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ ഇവരൊക്കെ ഉന്നയിക്കുന്ന പലവിധ വിഷയങ്ങളുടെ എല്ലാം ഗുണഭോക്താവ് ആത്യന്തികമായിട്ട് ഈ പ്രതിപക്ഷമാണ്, പ്രതിപക്ഷ നേതാവാണ്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കേരളം കണ്ട ഏറ്റവും മോശം പ്രതിപക്ഷ നേതാവാണ് നമ്മുടെ ഇന്ന് കേരളത്തിലുള്ളത്. ഇത് ഞാൻ നേരിട്ട് ഈ പാർട്ടിയിൽ തന്നെയുള്ള പല ആൾക്കാരും പല അനുഭവങ്ങൾ പറഞ്ഞതുകൊണ്ടാണ്. ഈ പറയുമ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നതുകൊണ്ട് ഞാനത് പേര് പറയുന്നില്ല. അതായത് ഈ പാർട്ടിയിൽ ഉയർന്നു വന്ന മാത്യു കുഴൽനാടൻ എന്ന് പറയുന്ന ശക്തനായൊരു നേതാവുണ്ടായിരുന്നു. ഒരു പക്ഷേ രാഷ്ട്രീയ ഭേദമന്യേ BJP-ക്കാർ പോലും ഇദ്ദേഹത്തെ പറ്റി പൊക്കി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇദ്ദേഹം ഉന്നയിച്ചൊരു വിഷയം ഉണ്ടായിരുന്നു. ഈ വിഷയത്തിലൂടെ ഇദ്ദേഹത്തിന് കിട്ടിയ വലിയ ഗ്രാവിറ്റി ഉണ്ടായിരുന്നു. ഇതുൾപ്പെടെ ഓരോരുത്തരെയും അടിപ്പണി പണിഞ്ഞ് തൻ്റെ